കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു കേട്ടോ. ഞങ്ങളും സുഖം തന്നെയാണ്. അപ്പോൾ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് നമ്മുടെ മുഖത്തുള്ള കുഞ്ഞു കുഞ്ഞു ചുളിവുകളൊക്കെ നല്ലവണ്ണം കുറയ്ക്കാനും മുഖം നല്ല നിറം വയ്ക്കാനൊക്കെ പറ്റും. ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ട് നിറം വയ്ക്കാനൊക്കെ പറ്റിയ ഒരു ഈസി ഒരു ഫേസ് പാക്കാണ് കേട്ടോ. മുട്ടയുടെ വെള്ള ചേർത്തുള്ള ഫേസ് പാക്കാണ്. പക്ഷേ മുട്ടയുടെ വെള്ളയുടെ കൂടെ നമുക്ക് രണ്ട് സംഭവങ്ങൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിലാണ് നമുക്ക് നല്ലൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോ കിട്ടുകയും മുഖം നല്ലൊരു നിറം വയ്ക്കുകയൊക്കെ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കണ്ടു നോക്കട്ടെ. കണ്ടു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇതുവരെ ഫുൾ സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ ഫേസ് പാക്ക് മുട്ടയുടെ വെള്ള ചേർത്തുള്ള ഫേസ് പാക്കാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ മുട്ടയുടെ വെള്ള ഞാനിത് കുറച്ച് എടുത്തിട്ടുണ്ട്. നമ്മുടെ മുഖത്തും കഴുത്തും തേക്കാനുള്ള ആ രീതിയിൽ അത്ര എടുത്താൽ മതി കേട്ടോ. ഇതിലോട്ട് കുറച്ച് തൈരും കൂടി ഒന്ന് മിക്സ് ചെയ്യാവേ. കുറച്ച് തൈരെടുത്താൽ മതിയാവേ. തൈരിന് പകരം നമുക്ക് പാലെടുത്താലും നല്ലതാണ് കേട്ടോ. കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചെറുനാരങ്ങയുടെ നീരും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാവേ. എൻ്റെ ഓയിൽ സ്കിൻ ആയതുകൊണ്ട് ചെറുനാരങ്ങ നീരെടുത്തായിട്ട് എനിക്ക് ചെറുനാരങ്ങ നീര് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ മുട്ടയുടെ വെള്ളം മിക്സ് ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ ഉടച്ചെടുത്തിട്ട് അങ്ങ് മിക്സ് ചെയ്താൽ മതിയാവേ. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാം. മുഖത്തുള്ള കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ ഉണ്ടെങ്കിൽ നല്ലവണ്ണം കുറയും. പിന്നെ മുഖം നല്ല ക്ലിയർ ആവും കേട്ടോ. നല്ല ക്ലിയർ ആവേ. മുട്ടയുടെ വെള്ള ഏറ്റവും നല്ലത് ഓയിൽ സ്കിന്നുകാർക്കാണ്. അപ്പം അവരുടെ മുഖത്തുള്ള കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ കുറയുകയും മുഖം നല്ല ക്ലിയർ ആവാനൊക്കെ നല്ലതാണ്. ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഇതൊക്കെ പോകാനൊക്കെ മുട്ടയുടെ വെള്ള ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തേച്ച് കൊടുത്ത് ഇങ്ങനെ ചെറിയ രീതിയിലൊന്ന് മസാജിങ് കൂടി ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്കിന്ന് അബ്സോർവ് ആവുകയെ. ഈ മുട്ടയുടെ വെള്ളം ചേർത്തുള്ള പാക്കൊക്കെ നമ്മൾ ആഴ്ചയിൽ ഇപ്പോൾ 3 തവണ തേച്ചില്ലെങ്കിലും ആഴ്ചയിൽ 1 തവണയെങ്കിലും നമ്മൾ ഉപയോഗിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് കുഞ്ഞു കുഞ്ഞു ചുളിവുകളൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഒന്ന് കുറയ്ക്കാനൊക്കെ മുട്ടയുടെ വെള്ളം ഏറ്റവും നല്ലതാണ്. ഇതേ രീതിയിലൊന്ന് മസാജും കൊടുത്താൽ മതി. നമുക്കിത് കഴുത്തിലും കൂടെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. കഴുത്തിൻ്റെ ഈ സൈഡിലൊക്കെ അത്യാവശ്യം കറുപ്പായിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായി ടിപ്സുകളൊന്നും ചെയ്യാത്തതുകൊണ്ട് കണ്ടില്ലേ, സ്ക്രബൊന്നും ചെയ്യാത്തതുകൊണ്ട് ചെറിയ രീതിയിലൊക്കെ കറുപ്പൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ രീതിയിലൊരു സ്ക്രബൊക്കെ ചെയ്തിട്ട് ഈ ഒരു പാക്ക് തേക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും കേട്ടോ. നമ്മൾ കഴുത്തിന് ചുറ്റിനൊക്കെ കറുപ്പ് കുറയാനൊക്കെ നല്ലതാണ്. ഇനി ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവില്ലേ, അന്നേരം നമുക്ക് ഇതേപോലെ ഒന്നുകൂടെ ഒന്ന് തേച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞ ശേഷം സാധാരണ വെള്ളത്തിലങ്ങ് കഴുകിയെടുത്താൽ മതിയാവേ. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വലിയട്ടെ. എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് തേച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് വലിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് തേച്ചെടുക്കാവേ. ഇനി ഡ്രൈ ആകുമ്പോൾ നമുക്ക് കഴുകി കളയാം കേട്ടോ. കഴുത്തിനും കൂടെ തേച്ചെടുക്കുന്നുണ്ട്. ഇനി ഡ്രൈ ആവട്ടെ. ഡ്രൈ ആകുമ്പോൾ നമുക്ക് കഴുകി കളയാം. ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും അത്യാവശ്യം ഡ്രൈ ആവട്ടെ. മുട്ടയുടെ വെള്ള ആയതുകൊണ്ടേ ഡ്രൈ ആകുമ്പോൾ കാണാം. 10 മിനിറ്റ് വരെ മുഖത്ത് വെച്ചായിരുന്നുള്ളേ. അപ്പോഴത്തേക്കും ഡ്രൈ ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട്.
മുഖം നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഫേസ് വാഷ് ഉപയോഗിച്ച് നമ്മൾ മുഖം കഴുകില്ല, അതേപോലെ തന്നെ ആയിട്ടുണ്ട്. ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റിങ് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഒരു പാക്കാണ്. നമുക്കിത് ആഴ്ചയിൽ 3 തവണ തേക്കുവാണെങ്കിൽ മുഖം നല്ല ക്ലിയർ ആവും, മുഖത്തുള്ള പാടുകളൊക്കെ മാറും, പിന്നെ ഒരു ഇൻസ്റ്റൻ്റായിട്ടൊരു ഗ്ലോ ഉണ്ടാവും, നിറം വയ്ക്കും, മുഖക്കുരു മാറും, എല്ലാത്തിനും പറ്റിയ നല്ല അടിപൊളി പാക്കാണ് കേട്ടോ. മുട്ടയുടെ വെള്ളയും തൈരും ചെറുനാരങ്ങയുടെ നീരും ചേർത്തുള്ള ഫേസ് പാക്ക് കേട്ടോ. അപ്പോൾ എൻ്റെ ഓയിൽ സ്കിൻ ആയതുകൊണ്ടാണ് ഞാൻ ചെറുനാരങ്ങയുടെ നീരൊക്കെ ചേർത്തത്. തൈര് എനിക്ക് കുഴപ്പമില്ല കേട്ടോ. ഓയിൽ സ്കിന്നുകാർക്ക് തൈര് ചേർക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ വരും, പക്ഷേ എനിക്ക് അത്ര വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ടാണ് ഞാൻ തൈര് ചേർത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തൈര് സ്കിപ്പ് ചെയ്യാം. മുട്ടയുടെ വെള്ളയും ചെറുനാരങ്ങയുടെ നീരും ചേർക്കാം. അല്ലെങ്കിൽ മുട്ടയുടെ വെള്ള തന്നെ മുഖത്ത് തേച്ചാലും നല്ലതാണ് കേട്ടോ. ഡ്രൈ സ്കിന്നുകാർ മുട്ടയുടെ വെള്ളയുടെ കൂടെ ആൽമണ്ട് ഓയിൽ, ഒലിവ് ഓയിൽ കുറച്ച് മിക്സ് ചെയ്ത്, ഒരുപാടൊന്നല്ല, കുറച്ച് കേട്ടോ. നമുക്ക് ഒരളവ് അറിയാമല്ലോ, കുറച്ച് ഒരു കാൽ ടീസ്പൂൺ അത്രയൊക്കെ മതിയാവേ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മുഖത്ത് തേക്കുവാണെങ്കിൽ മുഖം നല്ല ഗ്ലോ ആവാനും മുഖം നിറം വയ്ക്കാനും ഒക്കെ പറ്റിയ അടിപൊളി ഒരു പാക്കാണ് കേട്ടോ. ഇനി നോക്കിക്കഴിഞ്ഞാൽ ഞാനൊരു പാക്കും കുറച്ച് ദിവസമായിട്ട് ഒന്നും തേക്കാറില്ലായിരുന്നു. ഇന്നായിട്ടാണ് മുട്ടയുടെ വെള്ള ഒന്ന് തേച്ചത് കേട്ടോ. നല്ല മാറ്റം അറിയാൻ പറ്റുന്നുണ്ട്. മുഖം നല്ല ക്ലിയർ ആയിട്ടുണ്ട്. തൊടുമ്പോൾ തന്നെ അത് നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ തൈര് ചേർത്തു, തൈരിൻ്റെ ഒപ്പം തന്നെ ചെറുനാരങ്ങ നീരും കൂടെ ചേർത്തുകൊണ്ടാണ് മുഖം നല്ല ക്ലിയർ ആയത്. അല്ലെങ്കിൽ തൈര് തന്നെ ചേർക്കുമ്പോൾ ചെറുതായിട്ടൊരു ഓയിൽ പോലെയൊക്കെ തോന്നുക. പക്ഷെ മുട്ടയുടെ വെള്ള നമ്മൾ ഇച്ചിരി കൂടുതൽ അളവ് എടുത്തുകൊണ്ട് അത്ര വലിയ പ്രശ്നമില്ല. ഇത് നല്ല കട്ട തൈരൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ ഓയിലായിട്ടൊക്കെ തോന്നും കേട്ടോ. ഒരുപാട് കട്ട തൈര് എടുക്കണ്ട, ഇച്ചിരി വെള്ളം പോയായിരിക്കുന്നു തൈര് എടുത്തോളൂ കേട്ടോ. നല്ല പാക്കാണ്, നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് തലമുടിയും തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. തലമുടി ഇപ്പോൾ താരനൊക്കെ ഉണ്ടെങ്കിൽ താരം പോകാനൊക്കെ നല്ലതാണ്. മുട്ടയുടെ വെള്ളയും തൈരും ചെറുനാരങ്ങയുടെ നീരുവേ നല്ലതാണ്. താരം പോകും, പിന്നെ മുടി നല്ല സിൽക്കി ആയിട്ട് തന്നെ ഉണ്ടാവും. ഈ ഓയിലി സ്കിൻ, ഇത് തലമുടി ഭയങ്കര ഓയിലി ആയിട്ടൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ളവർക്കാട്ടോ മുട്ടയുടെ വെള്ള ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ തൈര് ഇച്ചിരി കൂടുതൽ അങ്ങ് എടുത്തോളൂ കേട്ടോ തലമുടി തേക്കുവാണെങ്കിൽ. അപ്പം ഒരുപാട് ഇങ്ങനെ ഡ്രൈ ആവത്തില്ല, ചെറുതായിട്ടൊരു ഓയിൽ പോലെയൊക്കെ തോന്നും കേട്ടോ. അല്ലെങ്കിൽ മുട്ടയുടെ വെള്ളം കൂടുതലെടുത്തു തൈര് കുറച്ചെടുക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഡ്രൈ ആയിട്ടിരിക്കും മുടി. അപ്പോൾ നമുക്ക് ഡ്രൈനെസ് ആയിട്ട് മുടി അങ്ങനെ വേണ്ടെങ്കിൽ മുട്ടയുടെ വെള്ളയും ഇച്ചിരി കൂടുതലും തൈരും കൂടി അങ്ങ് മിക്സ് ചെയ്താൽ മതി കേട്ടോ. നല്ലൊരു പാക്കാണ് ഇതിപ്പോൾ തലമുടി തേക്കുന്ന ഈ ഒരു പാക്ക് ഉണ്ടല്ലോ, മുട്ടയുടെ വെള്ളയും തൈര്, അത് ഞാൻ മുമ്പ് ഏതോ ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു പാക്കാണത്. അപ്പോൾ എന്തായാലും തലമുടി തേക്കേണ്ട, നിങ്ങൾ മുഖത്ത് തേച്ച് നോക്കൂ, നല്ല ക്ലിയർ ആവും. നല്ല അടിപൊളി പാക്കാണ് കേട്ടോ. നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഫേസ് പാക്കൊന്നും തേക്കാതിരുന്നിട്ട് നമ്മൾ തേക്കുമ്പോൾ നല്ല റിസൾട്ട് കിട്ടും. ഞാൻ എപ്പോഴും പറയണില്ലേ, അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് തോന്നുന്നുണ്ട്. നമ്മളിപ്പോൾ എല്ലാ ദിവസവും ഓരോരോ പാക്കൊക്കെ നമ്മൾ തേക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങ് റിസൾട്ട് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി ഒരു പാക്ക് ഒന്നും തേച്ചിട്ടില്ല കേട്ടോ. അന്ന് ഓണത്തിന് തലേദിവസം, തിരുവോണത്തിന് തലേദിവസം ഞാനൊരു ഫേസ് പാക്ക് ഇട്ടുണ്ട്. അതിന് ശേഷം ഇപ്പോഴാണ് തേക്കുന്നത്. നല്ല റിസൾട്ട് അറിയാൻ പറ്റുന്നുണ്ട്. നല്ല അടിപൊളി പാക്കാണ്, ഈസി ഫേസ് പാക്കാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. വീട്ടിലെല്ലാവർക്കും സുഖമില്ലാത്തത് കൊണ്ടാണ് ഞാൻ വീഡിയോ എനിക്കിടാനൊരു താല്പര്യക്കുറവ് വന്നത്. ഇപ്പം എല്ലാവരും ഓക്കെ ആയിട്ടോ. എല്ലാവരും ചുമയും കാര്യങ്ങളൊക്കെ കുറഞ്ഞു. എൻ്റെ അന്നേ കുറഞ്ഞായിരുന്നു, പിള്ളേരുടെയൊക്കെ ഇപ്പോഴൊക്കെയായിരുന്നു കുറഞ്ഞ് കിട്ടിയത്. അപ്പോൾ പിന്നെ വീഡിയോ ഒക്കെ ഇടാമെന്ന് കരുതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല വീഡിയോസ് കാണാം കേട്ടോ. എല്ലാവർക്കും ടാറ്റാ.